ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ കഥ കേൾക്കണേക്കാട്ടിലും മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. എന്നിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് എന്താ പറയുക, ശ്രുതി ആദിയുടെ കണ്ണിൻ്റെ കട്ടഴിക്കുമ്പോൾ ആശുപത്രിയിൽ ഉണ്ടാവും എന്നുള്ള വാക്ക് ആദിക്ക് കൊടുക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയുകയാണ്, അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു കവർ അലമാരയിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മോളെ ഇത് കൊണ്ടുപോകാനുള്ള ചോദിക്കുമ്പോൾ അത് സാരമില്ല, ഒക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് അവർ താഴത്തേക്ക് ഇറങ്ങി വന്നു. ചന്ദ്രമതിയോട് പറയുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. പറയുമ്പോൾ ഭാഗ്യം, പൊക്കോ, ഇനി ഇങ്ങോട്ട് വരരുത് കേട്ടോ, ഇത് സത്രവും ഹോട്ടലൊന്നും അല്ല എല്ലാവർക്കും തിന്നും കുടിച്ചും പോവാൻ, നിങ്ങളൊന്ന് പോയി തരുമോ, അതാ എനിക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവരെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സങ്കടത്തോട് കൂടിയിട്ടാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രമതിയോട് വിമല പറയുന്നു, ഞങ്ങളിനി വരില്ല, ഞങ്ങൾ 2 ദിവസം ഇവിടെ താമസിപ്പിച്ചതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. വരെ വെച്ചു എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചി രേവതിയോട് വരുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അവരിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം, നിങ്ങളുടെ വീടെങ്ങാനും തേഞ്ഞു പോയോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചന്ദ്രമതിനെ കുറേ വഴക്ക് പറയണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വാ മോനെ പറഞ്ഞിട്ട് ആദ്യം കൂട്ടിയിട്ട് സച്ചി പോവാണ്, രേവതിയും കൂട്ടിയിട്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ശ്രുതി വന്നപ്പോൾ ശ്രുതിയുടെ മുഖം കലങ്ങിയിരിക്കണം. അപ്പോൾ ശ്രുതിയിലേക്ക്, എന്താ ശ്രുതി നിൻ്റെ കണ്ണിങ്ങനെ കലങ്ങിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പൊടി പോയതാണെന്ന് പറയാം. പക്ഷേ ശ്രുതിയുടെ മോൻ പോണതിൻ്റെ വിഷമമെന്ന് ശ്രുതിയുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കട്ടെ പറഞ്ഞിട്ട് ശ്രുതി കണ്ണൂതി കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവരങ്ങനെ മുഖം വാഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, റൂമിലേക്ക് പോയി ശ്രുതി പറയണു, രക്ഷപ്പെട്ടു, അവർ പോയില്ലോ അല്ലേ ശ്രുതി, ഇനി സഹിക്കേണ്ടല്ലോ, 2 ദിവസം റൂമിൽ കിടക്കണ്ട, ഞാൻ ആകെ കഷ്ടപ്പെട്ടു, ഹാളിൽ കിടന്ന് എനിക്ക് ഉറക്കം ശരിയാവാതെ എൻ്റെ 2 ദിവസമാണ് പോയത്. അവരൊന്നും ഇങ്ങനത്തെ വീട് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല, അവർക്കൊക്കെ അവരുടെ വീട് ഞാനന്ന് കണ്ടതല്ലേ, ഒരു ചെറിയ വീടല്ലേ, ഇവിടെ വന്നപ്പോഴേ ഈ മെട്ടിയും ഈ ബെഡും ഈ കിടക്കയും ഈ കട്ടിലും ഈ റൂമും ഒക്കെ കൂടി AC ഒക്കെ കൂടി കണ്ടപ്പോഴേ അവർക്ക് രാജകീയ പ്രൗഢി തോന്നിയിട്ടുണ്ടാവും. അതാണ് അവരിവിടെ കിടക്കണം. ഭാഗ്യം കുറച്ച് ദിവസം കൂടി നിൽക്കണമെങ്കിൽ അവർ 1 മാസം കൂടി ഇവിടെ തിന്ന് കുടിച്ച് നിന്നേനെ എന്നൊക്കെ പറയണം ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി ഒന്ന് നിർത്തോ, നിങ്ങളുടെ വീട് ഇപ്പം അത്ര വലിയ വീടൊന്നുമല്ല, നിങ്ങളിപ്പോൾ അത്ര പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിപ്പോൾ കൊട്ടാരമൊന്നുമല്ല, അവർ വന്നു നിന്നു ശരി തന്നെ, പക്ഷേ ഇതിപ്പോൾ കൊട്ടാരമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വഴക്ക് കൂടണം. ശ്രുതിയുടെ എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയണം, നിൻ്റെ മലേഷ്യയിലത്തെ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കൊട്ടാരമല്ലായിരിക്കും, പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു വീട് തന്നെയാണത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ശ്രുതി പറയണം, ശ്രുതി പുറപ്പെടുക, നമുക്ക് പോവാ പറയുമ്പോൾ ഞാൻ ഇല്ല പറയണം. അപ്പോൾ എന്താ ശ്രുതി നീ എന്നോട് പിണങ്ങിയിട്ടല്ല ശ്രുതി, എനിക്കിന്ന് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഷോപ്പിലേക്ക് എന്ന് പറയണം. അങ്ങനെ അത് കഴിഞ്ഞു. രേവതിയും സച്ചിയും ആദ്യമോനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലെത്തി അവനെ ബെഡിലിരുത്തി. അവർ അവിടെ ഇങ്ങനെ സംസാരിക്കണം, ഡോക്ടറുകൾ എപ്പോഴാണ് വരിക ചോദിക്കണം, ആദ്യം ഇപ്പോൾ വരും പറയണു, എന്താ വരാത്തതെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പറയും, മോന് മെഡിസിൻ മേടിക്കാനുണ്ട്, മറ്റേ നേഴ്സ് വന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ സച്ചി രേവതിയും പറയും, ഞങ്ങൾ പോയി മെഡിസിൻ മേടിച്ചിട്ട് വിമല പറയും, വേണ്ട ഞാൻ മേടിച്ചോളാം പറയും, അത് വേണ്ട ഇനി ഞങ്ങൾ പോയി മേടിച്ചോളാം പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി മെഡിസിൻ മേടിക്കാൻ പോവാണ്. അവർ 2 പേരും കൂടി മെഡിസിൻ മേടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ചോദിക്കുകയാണ്, അവർ ഇറങ്ങിപ്പോയപ്പോൾ ആദ്യം ചോദിക്കുകയാണ്, അമ്മ വരുമോ, അമ്മമ്മയും ചോദിക്കുകയാണ്, വരും എന്നല്ലേ പറഞ്ഞ മോനെ പറയാം. എന്നിട്ട് വിമല വിചാരിക്കുക, അവൾ വരില്ലേ, വന്നില്ലേ കുഞ്ഞിന് വിഷമാവില്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ അവർ വിചാരിക്കുകയാണ്. അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ സച്ചി മരുന്ന് മേടിക്കാൻ മുമ്പ് ഇങ്ങനെ ആദ്യയുടെ കാര്യമൊക്കെ സംസാരിക്കണം, എവിടെയോ പോയാർന്നൊരു കുഞ്ഞിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായില്ലേ, നമ്മുടെ സ്വന്തം മോനെ പോലെ ആയി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, നമ്മുടെ സ്വന്തം മോനല്ല നമ്മുടെ മോനെ പോലെ ആയി എന്ന് പറയാം, സ്വന്തം മോനൊക്കെ നമുക്ക് ഉണ്ടാവാൻ പോകണല്ലോ രേവതി, നമുക്കൊരു ഡോക്ടറെ കാണാമെന്നൊക്കെ ഒക്കെ ഒന്നും മിണ്ടാതെ എന്നാൽ സച്ചിയേട്ട ഇപ്പം ഇങ്ങോട്ട് വാ മരുന്ന് മേടിക്കാം. സച്ചിയുടെ പൈസ ഉണ്ടോ ചോദിക്കുമ്പോൾ പൈസ ഇല്ല, കടം പറയുകയോ ഹോസ്പിറ്റലിലോ, പിന്നെ അല്ലാണ്ട് പൈസ ഇല്ലാണ്ട് ഞാൻ വരും, എൻ്റെ രേവതിൻ്റെ പൈസയൊക്കെ ഉണ്ടല്ലോ, ഇനി വേറെ ഫോർമാലിറ്റീസ് ഉണ്ടാവും, അതിനൊക്കെ പൈസ ഉണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ ധൈര്യമായിട്ട് വാ പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാണ്. അവർ പോയ സമയത്ത് ഡോക്ടർ വരുന്നു റൂമിൽ, ആദ്യയുടെ കണ്ണിനെ കെട്ടാക്കി, ആദ്യം മോനെ ഹാപ്പി അല്ലേ, കെട്ടഴിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഡോക്ടറങ്ങളെ. അപ്പോൾ അതെന്താ ആദ്യം അങ്ങനെ പറഞ്ഞ അമ്മ എന്ന് പറയുമ്പോഴേക്കും വിമല ആദ്യം വിളിക്കുകയാണ്, അല്ല ഞാൻ പറഞ്ഞൊന്നുമില്ല ഡോക്ടറങ്ങളെ, കുറച്ച് കഴിഞ്ഞിട്ട് അയക്കുക ഡോക്ടറങ്ങളെ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഇപ്പം തന്നെ അയക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വന്ന് ആദ്യയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുകയാണ്. ആദ്യയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ ആദ്യം കാണേണ്ടത് അവൻ്റെ അമ്മയുടെ രൂപമാണല്ലോ. അപ്പോൾ അങ്ങനെ അവങ്ങനെ തുടിച്ചിരിക്കണം, അവൻ്റെ അമ്മ വരും എന്നുള്ള
പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ അവൻ ഇരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ആദിയുടെ കണ്ണിൻ്റെ കെട്ടയച്ചു. കണ്ണിങ്ങനെ ഒന്ന് ചിമ്മി തുറക്കണം നിമിഷം ആദിയുടെ മുമ്പിൽ ആരാന്നറിയോ സത്യത്തിൽ ശ്രുതി പറഞ്ഞ വാക്കുകൾ, ശ്രുതിയുടെ മോനോട് പറഞ്ഞ വാക്കുകൾ നിറവേറ്റിയേക്കാണ്. ആദിയുടെ മുമ്പിൽ വേറെ ആരുമില്ല, ശ്രുതി തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവൻ കണ്ണ് തുറന്ന് കെട്ടയക്കുന്ന നിമിഷത്തിൽ അവൻ ആദ്യമായിട്ട് കണ്ടത് അവൻ്റെ അമ്മയെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കുഴപ്പമൊന്നുമില്ല ആദ്യം ചോദിക്കുമ്പോൾ ഇല്ല പറയുമ്പം അവന് സന്തോഷമാണ് കേട്ടോ, അമ്മയെ കണ്ട സന്തോഷം. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോൾ ശ്രുതി ഓടി വന്ന് മോനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അമ്മയെ ഞാൻ അമ്മേനെ കണ്ടു, ഇപ്പം നിൻ്റെ ആഗ്രഹം സഫലമായില്ലേ, നിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ നിനക്ക് ആദ്യം നിൻ്റെ അമ്മയെ കാണണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പം ആഗ്രഹം സഫലമായില്ലേ ആദി എന്ന് ചോദിച്ചിട്ട് ശ്രുതി ആദിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നു, അവന് ഉമ്മ കൊടുക്കുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കണമെന്നറിയോ, ഈ സമയത്താണ് നമ്മുടെ രേവതി വാതിലേക്ക് വരുന്നത്. രേവതി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ശ്രുതി മോനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് രേവതി വാതിലേക്ക് വരുമ്പോൾ കാണുന്നത്. ആ ഒരൊറ്റ ത്രില്ലിങ് ക്ലൈമാക്സിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. രേവതിക്ക് പിന്നാലെ സച്ചി ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ വീണ്ടും ഞാൻ പറയാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരാം. താങ്ക്